അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പാരായണം ചെയ്യും. വ്യാസ ഉവാച ഏവം ശബ്ദ കശ്യപോസൗ വരുണേന ച ബ്രഹ്മണ അംശാവതരണാർത്ഥായ ഭൂഭാരഹരണായ ച തഥാദിത്യാദിതി ശബ്ദ ശോകസന്തപ്തയാ ഭൃശം ജാതാ ജാതാ വിനേശ്യേരം സ്തവ പുത്രാസ്തു സപ്ത വൈ. ജനമേജയ ഉവാച കസ്മാദിത്യാജ ഭഗിനി ശപ്തേന്ദ്രജനനീ മുനെ കാരണം വദ ശാപേക്ഷ ശോകസ്തു മുനിസത്തമ. സൂത ഉവാച പാരീക്ഷിതേന പൃഷ്ടസ്തു വ്യാസ സത്യവതി സുത രാജാനം പ്രത്യുവാചേദം കാരണം സുസമാഹിത. വ്യാസ ഉവാച രാജൻ ദക്ഷസുതേ ദ്വേതു ദിദിശ്ചാദിതിരുത്തമേ കശ്യപസ്യ പ്രിയേ ഭാര്യേ ബഭൂവുതുരുക്രമേ. അദിത്യാം മഘവാ പുത്രോ യഥാ ഭൂതദിവീര്യവാൻ തഥാ തു താദൃശം പുത്രം ചകമേ ദിതിരോജസ. പതിമാഹാസിതാപാംഗി പുത്രം മേ ദേഹി മാനദ. ഇന്ദ്രതുല്യം ബലം വീരം ധർമ്മിഷ്ഠം വീര്യവർത്തമം. താമുവാച മുനികാന്തേ സ്വസ്ഥാ ഭവ മയോദിതേ വ്രതാന്തേ ഭവിതാ തുഭ്യം ശതക്രതു സമസ്സുത. സാ തഥേതി പ്രതിശ്രുത്യാ ചകാര വ്രതമുത്തമം നിഷിക്തം മുനിനാ ഗർഭം ബിഭ്രാണ സുമനോഹരം. ഭൂമൗ ചകാരശയനം പയോവ്രതപരായണ പവിത്രാധാരണായുക്ത ബഭൂവ വരവർണിനി. ഏവം ജാതസ്സു സമ്പൂർണോ യഥാ ഗർഭോതി വീര്യവാൻ
ശുഭ്രാംശുമതിദീപ്താംഗിം ദിതിം ദൃഷ്ട്വാതിദുഃഖിതാം. മഖവത്സദൃശപുത്രോ ഭവിഷ്യതി മഹാബല ദിത്യാസ്തദാ മമ സുതസ്തേജോഹീനോ ഭവേത് കില. ഇതി ചിന്താപരാ പുത്രമിന്ദ്രം ചോവാച മാനിനി. ശത്രുസ്തേദ്യ സമുൽപ്പന്നോ ദിതിഗർഭേതി വീര്യവാൻ. ഉപായം കുരു നാശായ ശത്രോരദ്യ വിചിന്യ ച. ഉൽപ്പത്തിരേവ ഹന്തവ്യാ ദിത്യാ ഗർഭസ്യ ശോഭന. വീക്ഷ്യ താമസിതാപാംഗിം സപത്നീഭാവമാസ്ഥിതാം. ദുനോതി ഹൃദയേ ചിന്താ സുഖമർമ്മ വിനാശിനി. രാജയക്ഷ്മേവ സംവൃദ്ധോ നഷ്ടോ നൈവ ഭവേദ്രിപു. തസ്മാദങ്കുരിതം ഹന്യാൽ ബുദ്ധിമാനഹിതം കില. ലോഹശങ്കുരിവ പ്രാപ്തോ ഗർഭോ വൈ ഹൃദയേ മമ. യേന കേനാപ്യുപായേന പാതയാദ്യ ശതക്രതോ. സാമദാനബലേനാപി ഹിംസനീയസ്ത്വയാ സുതാ. ദിത്യാ ഗർഭോ മഹാഭാഗാ മമ ചേദിച്ഛസി പ്രിയം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം. ഇവിടെ 17-ാമത്തെ ശ്ലോകം മുതൽ 34-ാമത്തെ ശ്ലോകം വരെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഹരിക്കു അവതരിക്കാൻ ഭൂഭാരത്തെ നശിപ്പിക്കാൻ വരുണനും നാൻമുഖനും ശപിച്ചുവല്ലോ. ശോകാർത്തയ ദിതി ദേവി അതിഥിയെ ശപിച്ചല്ലോ. നിന്റെ 7 പുത്രന്മാരും മരിച്ചു പോട്ടെ. ജനമേജയം പറഞ്ഞു, ഇന്ദ്രമാതാ അതിഥിയെ സോദരി ശപിച്ചതെന്തേ? ഇതു കേട്ടു എൻ മനസ്സിൽ ശോകമേറുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, പരീക്ഷിത്തിൻ പുത്രൻ തന്റെ ചോദ്യം കേട്ടു വേദവ്യാസൻ പറഞ്ഞു തുടങ്ങി അല്പമാലോചിച്ചിട്ട്. ദക്ഷൻ തന്റെ പുത്രിമാര ദിതിയും അതിഥി താനും കശ്യപന്റെ പ്രിയപ്പെട്ട പത്നിമാരല്ലോ. അതിഥിയിൽ വീര്യമേറും ഇന്ദ്രൻ ഉണ്ടായപ്പോൾ ദിതി അതുപോൽ പുത്രനുണ്ടാകാൻ മോഹിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബലവാനായി ധർമ്മിഷ്ഠനായി വീരനായി ഇന്ദ്രതുല്യനായി പുത്രനായി ദിതി തന്റെ പതിയോടോതി. പ്രിയെ സമാധാനപ്പെടു, വ്രതത്തെ അനുഷ്ഠിച്ചിടു. അവസാനം ഇന്ദ്രതുല്യ പുത്രൻ ജനിക്കും. മുനിയുപദേശിച്ചത വ്രതത്തെ അനുഷ്ഠിച്ചല്ലോ. മുനിയിൽ നിന്നവൾ ഗർഭം ധരിച്ചുവല്ലോ. പരിശുദ്ധ ചിന്തയോടെ വിശ്വാസത്താൽ ദിതി
താനും തറയിൽ കിടന്നു പയോവ്രതം തുടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതിവീര്യ സംയുക്തമാം ഗർഭം പൂർണ്ണമായ നേരം അതിഥിയോ അത്യധികം ദുഃഖിതയായി. ഇന്ദ്രതുല്യ പുത്രൻ ദിതിക്കുണ്ടാകുകിൽ എൻ്റെ പുത്രൻ തേജസ്സറ്റവനായി തീരും സംശയമില്ല. ഈ വിധത്തിൽ ചിന്തയോടെ അതിഥിയോ ഇന്ദ്രനോടു ചൊല്ലി, നിന്റെ ശത്രു ദിതി ഗർഭേ ജനിച്ചു. ശത്രുവിനെ ഇല്ലാതാക്കാൻ ഉപായത്തെ കണ്ടെത്തുക. ദിതി ഗർഭമൂലത്തെ നീ ഛേദിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സപത്നിയാം അവളെ കണ്ടിട്ടു സുഖം നശിക്കുന്നു, എൻ ഹൃദയം തളരുന്നു, വേണ്ടതു ചെയ്യൂ. ശത്രുക്ഷയ രോഗം പോലെ വളർന്നാലില്ലാതാക്കിടാൻ വിഷമം താൻ മുളയിൽ നുള്ളിക്കളയണം. ദിതിഗർഭം ഇരുമ്പാണി സമം ഹൃത്തിൽ കയറുന്നു, ഏതോ മാർഗത്തിലൂടെയും നശിപ്പിക്കണം. എൻ്റെ ഇഷ്ടം മോഹമുണ്ടേൽ സമാധാന ഭേദങ്ങള ഏതെങ്കിലും ഉപായത്താൽ നശിപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 329 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിനെയാണ് ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. കശ്യപന് ഉണ്ടായ ശാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വസുദേവരുടെയും ദേവകി, രോഹിണി തുടങ്ങിയവരുടെയൊക്കെ ജന്മത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മശാപം കൊണ്ടും വരുണശാപം കൊണ്ടും അവിടെ ആ കശ്യപൻ വസുദേവനായി മാറി എന്നാണ്. ഏവം ശബ്ദ കശ്യപോസൗ വരുണേന ച ബ്രഹ്മണ അംശാവതരണാർത്ഥായ ഭൂഭാരഹരണായ ച. എന്തിനാ വസുദേവർക്ക് ഇങ്ങനൊരു ശാപം ഉണ്ടായത്? അംശാവതരണാർത്ഥായ, ഹരിക്ക് അംശാവതാരം കൈക്കൊള്ളാനും അതിലൂടെ ഭൂഭാരത്തെ ഇല്ലാതെയാക്കാനും വേണ്ടി വരുണനും ബ്രഹ്മാവും കശ്യപനെ ശപിച്ചു. തഥാ ദിത്യാദിതി ശബ്ദ, ദിതിയും അതിഥിയും
അപ്പോൾ ശോകാർത്ഥയായ അതിഥിയെ ശപിച്ചു. ശോകസന്തപ്തയാഭൃഷം ജാതാ വിനേശ്യേരം സ്തവ പുത്രാസ്തു സപ്തവൈ. നിനക്കുണ്ടാകുന്ന 7 പുത്രന്മാരും ഉണ്ടാകുന്ന ഉടനെ തന്നെ മരിക്കട്ടെ. അത് കേട്ടപ്പോ ജനമേജൻ ചോദിച്ചു, കസ്മാദിത്യാച ഭഗിനി ശപതേന്ദ്രജനനീ മുനെ കാരണം വദ ശാപേക്ഷ ശോകസ്തു മുനിസത്തമ. ഇന്ദ്രജനനി, ഇന്ദ്രന്റെ അമ്മയാണ് അതിഥി, അതിഥിയുടെ സഹോദരിയാണ് ദിതി. അപ്പൊ ഇന്ദ്രജനനിയായ അതിഥിയെ എന്തിനാണ് സഹോദരിയായി ദിതി ശപിച്ചത്? കാരണം വധ, അതിന് കാരണം എന്താണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നു എന്നാണ് ജനമേജയൻ പറഞ്ഞത്. ഇപ്പൊ സൂതൻ പറഞ്ഞു, പാരീക്ഷിതേന പൃഷ്ടസ്തു. പാരീക്ഷിതൻ എന്ന് വെച്ചാൽ പരീക്ഷത്തിന്റെ പുത്രൻ. അവിടെ ജനമേജയൻ ഇങ്ങനെ ചോദിച്ചപ്പോ വ്യാസ സത്യവതി സുത, സത്യവതി പുത്രനായ വ്യാസൻ രാജാനം പ്രത്യുവാചേദം കാരണം സുസമാഹിത. അപ്പോ കുറച്ചൊന്ന് ആലോചിച്ചു. സുസമാഹിത, നല്ലപോലെ ആലോചിച്ചിട്ട് അതിന് പ്രത്യുവാചേദം, ഇതേപോലെ മറുപടി അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ വ്യാസം പറഞ്ഞത്? രാജൻ ദക്ഷസുതേ ദ്വേ തു ദിതിശ്ചാതിരുത്തമേ. ദക്ഷപ്രജാപതിയുടെ പുത്രിമാരിൽ 2 പേര്, അവര് ദിതിയും അതിഥിയും, ഉത്തമ പുത്രിമാരായിരുന്നു ദിതിയും അതിഥിയും. കശ്യപസ്യ പ്രിയേ ഭാര്യയെ ബഭൂരുക്രമേ. കശ്യപന് പ്രിയപ്പെട്ട പ്രധാന പത്നിമാരായിരുന്നു ഈ ദിതിയും അതിഥിയും. ആദിത്യാം മഖവാ പുത്രോ, അതിഥിയിൽ നിന്ന് അതിവീര്യവാനായ ഇന്ദ്രൻ എന്ന പുത്രനുണ്ടായപ്പോ യഥാഭൂത് അതിവീര്യവാൻ, വളരെ വീര്യനായിരിക്കുന്ന അമിത തേജസ്വിയായിരിക്കുന്ന ദേവേന്ദ്രൻ ഉണ്ടായപ്പോ മുതൽ തദാതു താദൃശം പുത്രം ചകമേ ദിതിരോജസ, തനിക്കും ഇതുപോലൊരു പുത്രൻ ഉണ്ടാവണം എന്ന് ദിതി ആഗ്രഹിച്ചു. ഇതേപോലെ തനിക്കും ബലവാനായൊരു പുത്രൻ ഉണ്ടാവണം. പതിമാഹാസിതാപാംഗി പുത്രം മേ ദേഹി മാനദ. ഹേ മാനദ, ഭർത്താവിനെ വിളിക്കുകയാണ്. അങ്ങ് ഇന്ദ്രതുല്യം ബലം വീരം ധർമ്മിഷ്ഠം വീര്യവത്തമം, ബലവാനും ധർമ്മിഷ്ഠനും വീരനും വീര്യവാന്മാരിൽ അഗ്രിമസ്ഥാനത്തും നിൽക്കുന്ന ഇന്ദ്രതുല്യനായ പുത്രനെ, പുത്രം മേ ദേഹി, എനിക്കൊരു പുത്രനെ നൽകൂ എന്ന് അസിതാപാംഗി, സുന്ദരിയായിരിക്കുന്ന ദിതി പതിമാഹ, തൻ്റെ ഭർത്താവായ കശ്യപനോട് അപേക്ഷിച്ചു. താമുവാച മുനി കാന്തേ സ്വസ്ഥാ ഭവമയോദിതേ വ്രതാന്തേ ഭവിതാ തുഭ്യം ശതക്രുതു സമസ്സുത. പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? നീയെ സമാധാനിക്കൂ, സ്വസ്ഥാഭവ. ഞാൻ പറഞ്ഞ വ്രതത്തിന്റെ അവസാനം മയോദിതേ വ്രതാന്തേ ഭവിതാ തുഭ്യം ശതക്രുതു സമഹാസുത, നിനക്ക് ശതക്രുതു ദേവേന്ദ്രന് തുല്യനായൊരു പുത്രൻ നിനക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ഭാഗവതത്തിൽ ആ പുംസവനം എന്ന വ്രതത്തെക്കുറിച്ച് ഷഷ്ഠസ്കന്ധത്തിൽ കേൾക്കുന്നത്. അവസാനത്തിൽ മരുതുൽപത്തി. സാ തഥേതി പ്രതിശ്രുത്യ ചകാരവ്രതമുത്തമം നിഷിക്തം മുനിനാ ഗർഭം ബിഭ്രാണ സുമനോഹരം. അങ്ങനെ തന്നെയെന്ന് അവളും തീരുമാനിച്ചു. സാ തഥേതി പ്രതിശ്രുത്യ എന്ന് തീരുമാനിച്ച് മഹർഷി ഉപദേശിച്ച ആ ഉത്തമമായ വ്രതത്തെ അനുഷ്ഠിക്കാൻ തുടങ്ങി. മുനിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഗർഭവും ധരിച്ചു അവൾ വ്രതമനുഷ്ഠിച്ചു എന്ന് പറയുന്നു. ഭൂമൗ ചകാരശയനം പയോവ്രതപരായണ പവിത്ര ധാരണായുക്ത ബഭൂവ വരവർണിനി. ഇവിടെ പറയണു പയോവ്രതമനുഷ്ഠിച്ചു എന്നാണ്. ഭാഗവതത്തിൽ പുംസവനം എന്ന വ്രതമാണ്. പയോവ്രതമനുഷ്ഠിച്ചത് ഭഗവാനെ പുത്രനായിട്ട് കിട്ടാൻ അതിഥി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോഴാണ് വാമനാവതാരം ഉണ്ടാവുന്നത്. എന്തുമാവട്ടെ, പരിശുദ്ധമായ ചിന്തയോടുകൂടി പവിത്രാധാരണായുക്ത വിശ്വാസത്തോടുകൂടി ആ കുലീനയായ ആ ദേവി ദിതി തറയിൽ കിടന്ന്, എന്ന് വെച്ചാൽ സുഖഭോഗങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം വിചാരിച്ച് പയോവ്രതമനുഷ്ഠിച്ചു. ഏവം ജാത സുസമ്പൂർണോ യഥാ ഗർഭോതി വീര്യവാൻ ശുഭാംശുമതിദീപ്താംഗിം ദിതിം ദൃഷ്ട്വാതിദുഃഖിത.
അതിവീര്യം നിറഞ്ഞ ഗർഭം പൂർണ്ണമായപ്പോൾ ആ ശുഭ്രാംശുമതിദീപ്താംഗിം, വെൺകതിർ തിളക്കം എന്നൊക്കെയാണ് ദിതിയെക്കുറിച്ച് പറയുന്നത്. അതിഥിക്ക് വളരെ ദുഃഖമായി. സഹോദരിയാണെങ്കിലും തൻ്റെ കുഞ്ഞിനേക്കാൾ വലിയൊരാൾ വരാൻ പോകുന്നു കേട്ടപ്പോൾ ദുഃഖമായി. മഖവൽ സദൃശപുത്രോ ഭവിഷ്യതി മഹാബല, ഇന്ദ്രതുല്യനും ബലവാനുമായ ഒരു പുത്രൻ ദിതിക്ക് ഉണ്ടായാൽ ദിത്യാ തഥാ മമ സുതസ്തേജോഹീനോ ഭവേത്കില. സമമാണെന്ന് പറഞ്ഞാലും ഉണ്ടാവുന്ന കുഞ്ഞിന് കുറച്ച് വീര്യവും തേജസ്സും കൂടിയാൽ എൻ്റെ മകൻ താഴെയായി പോവും, തേജസ്സറ്റവനായിട്ട് തീരും. ഇത് ചിന്താപരാപുത്രം ഇന്ദ്രം ചോവാച മാനിനി ശത്രുസ്തേദ്യ സമുൽപ്പന്നോ ദിതിഗർഭേദി വീര്യവാൻ. ഇങ്ങനെ ചിന്താധീനയായി തീർന്ന ആ ദേവി അദിതി തൻ്റെ മകനോട്, ഇന്ദ്രനോട് പറഞ്ഞു, നിനക്ക് അതിശക്തനായൊരു ശത്രു ദിതിയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടുണ്ട്. ഉപായം കുരു നാശായ ശത്രുരദ്യ വിചിന്യച്ച. ആ ശത്രുവിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഉപായം ഇപ്പം തന്നെ ആലോചിച്ച് കണ്ടെത്തിക്കോളൂ. ഉൽപ്പത്തിരേവ ഹന്തവ്യ ദിത്യാഗർഭസ്യ ശോഭന. ദിതിഗർഭത്തിൻ്റെ മൂലച്ഛേദനം തന്നെ നടത്തണം, ആ കുഞ്ഞ് ഉണ്ടാവരുത്. വീക്ഷ്യ താം അസിതാഭാഗ്യം സപത്നീഭാവമാസ്ഥിതാം ദുനോതി ഹൃദയേ ചിന്ത സുഖമർമ്മ വിനാശിനി. സപത്നീഭാവത്തിലിരിക്കുന്ന എൻ്റെ അനുജത്തിയാണെങ്കിലും ആ സുന്ദരാംഗിയെ കണ്ട് വീക്ഷ്യതാം അസിതാഭാഗ്യം, എൻ്റെ ഉള്ളിൽ സുഖമർമ്മ വിനാശിനി, സുഖത്തെ കെടുത്തുന്ന ചിന്ത എൻ്റെ ഹൃദയത്തെ, ദുനോതി ഹൃദയെ, എൻ്റെ ചിന്തയെ, എൻ്റെ ഹൃദയത്തെ തളർത്തുന്നു. രാജേക്ഷ്മേവ സംവൃദ്ധോ നഷ്ടോ നൈവ ഭവേദ്രിപു തസ്മാത് അങ്കുരിതം ഹന്യാൽ ബുദ്ധിമാനഹിതം കില. ആ ശത്രു ക്ഷയരോഗം പോലെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്തു വേണം? ബുദ്ധിയുള്ള ആളുകൾ അഹിതമായ അതിനെ തസ്മാത് അങ്കുരിതം ഹന്യാൽ, ആ അങ്കുരിക്കുമ്പോൾ തന്നെ ഏറ്റവും മുളയിലെ തന്നെ നുള്ളിക്കളയണം. ലോഹശങ്കുരിവക്ഷിപ്തോ ഗർഭോ വൈ ഹൃദയേ മമ. ദിതിയുടെ ഗർഭം എൻ്റെ ഹൃദയത്തിൽ ഒരു ഇരുമ്പാണി പോലെ വന്ന് തുളച്ചു കയറുകയാണ്. ഏന കേനാപ്യുപായേന, ഏതെങ്കിലും ഒരു ഉപായത്തിൽ, ഏതെങ്കിലും ഒരു മാർഗത്തിൽ, പാതയാദ്യ ശതകൃതോ, അതിനെ ഇല്ലാതെയാക്കൂ, നശിപ്പിക്കൂ. സാമദാന ബലേനാഭി ഹിംസനീയ സ്വയാസുത ദിത്യാഗർഭോ മഹാഭാഗ മമ ചേദിച്ഛസി പ്രിയം. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം വേണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ, അല്ലെ, ഏന കേനാപ്യുപായന സാമദാന ബലേനാഭി, സാമദാന ഭേദങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപായത്തിൽ അതിനെ നീ നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന 34 ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 35 ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ.
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.